നമസ്കാരം നമസ്കാരം. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ വളരെ വിശേഷപ്പെട്ടതായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അവിടെ ചെറിയൊരു ജനൽ നമുക്കവിടെ കാണാം. കനകന കിണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ കഥയാണ് ഈ ഒരു ചെറിയ ജനാലയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ശ്രീകൃഷ്ണസ്വാമി ഭഗവാനെ മധ്വാചാര്യരാണ് പ്രതിഷ്ഠിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ അടുത്ത് ജീവിച്ചിരുന്ന കനകദാസ് എന്ന് പറയുന്ന ഒരു പാവത്തിന് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. ക്ഷേത്ര പ്രദർശനം വിലക്കിയിരുന്ന ഒരു ജാതിയിലായിരുന്നു കനകദാസ് ഉണ്ടായത്. എന്നാൽ പരമഭക്തൻ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി കൃഷ്ണ നീ ബേഗനെ ബാരോ എന്നുള്ളതായ കീർത്തനങ്ങളൊക്കെ അദ്ദേഹമാണ് രചിച്ചത്. അദ്ദേഹത്തിന് ഭഗവാനെ കാണാനുള്ള അത്യാഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ, ഭഗവാനോടുള്ളതായ ഭക്തി വേണ്ടതുപോലെ വളർന്നു വന്നു. പക്ഷേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അദ്ദേഹം ഈ പടിഞ്ഞാറേ ഗോപുരത്തിനടുത്ത് ഒരു കുടിൽ കെട്ടി അവിടെ നിന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു അത്രേ. ഇങ്ങനെ മനസ്സലിയിക്കുന്ന, കരളലിയിപ്പിക്കുന്ന ഭക്തിസംവർദ്ധകമായ കീർത്തനങ്ങൾ കേട്ട് മനസ്സലിഞ്ഞ ഭഗവാൻ ആ കനകദാസിന് ദർശനം കൊടുത്ത വഴിയാണ് ഇവിടെ കാണുന്നത്. ഈ പടിഞ്ഞാറേ ചുമര് പിളർന്ന് കനകദാസിന് ദർശനം നൽകാൻ വേണ്ടി മാത്രം ഭഗവാൻ സൃഷ്ടിച്ചതായ സ്ഥലമാണ് കനകനക്കിണ്ടി എന്നറിയപ്പെടുന്ന, കനകദ്വാരം എന്നറിയപ്പെടുന്ന ഈ ഒരു ജനാല. ഇതിലൂടെ നമുക്ക് ഭഗവാനെ ദർശിക്കാം. ഭഗവാൻ കനകദാസിന് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്പം ചരിഞ്ഞിരുന്നു എന്ന് പോലും ഇവിടെ കഥയുണ്ട്. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ, പൊന്നുഗുരുവായൂരപ്പൻ്റെ, ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാരുണ്യത്തിൻ്റെ കഥ പറയുന്ന ഒരു ജനലാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കനകനക്കിണ്ടി നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമാണ്. ഏറ്റവും മുകളിലായി ശ്രീകൃഷ്ണ വിഗ്രഹം, അതിൻ്റെ ഒരു ഭാഗത്ത് ഹനുമാൻ, മറ്റൊരു ഭാഗത്ത് ഗരുഡൻ. ഹനുമാനും ഗരുഡനും അകത്ത് പോയാൽ നമുക്ക് പ്രതിഷ്ഠയായിട്ട് കാണാം. ഉത്സവത്തിന് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന രഥം കാണാം. अनेकाद्भुतदर्शनम् अनेकदिव्याभरणम् दिव्यानेकोद्यतायुधम् दिव्यमाल्यायुञ्ज्यात् योगमात्मविशुद्धये समं कायशिरोग्रीवम् धारयन्नचलम् शिरः सम्प्रेक्ष्य नासिकाग्रं स्वम् विशश्चानम्
ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഇവിടെയുള്ള വിറകടുക്കിയിരിക്കുന്ന കാഴ്ച. വളരെ ഭംഗിയായിട്ട് വിറക് അടുക്കി വച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്ഷേത്രക്കുളത്തോട് ചേർന്ന് അഗ്രശാലയോട് ചേർന്നിട്ടാണ് ഈ കാഴ്ചയുള്ളത്. വളരെ ഉയരത്തിലാണ് ഇതുള്ളത്. എങ്ങനെയാണ് ഇത് അടുക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ ശ്രീകോവിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. വേദമന്ത്രങ്ങളാണ് കേൾക്കുന്നത്. ഇവിടെ ഭഗവാന്റെ ശ്രീകോവിൽ കാണാം. അമ്പലത്തിനകത്തുള്ള കാഴ്ചയാണ്. അമ്പലത്തിനകത്തെ കാഴ്ചയാണ്. ജഗദ്ഗുരു മാധ്വാചാര്യരുടെ പ്രതിമയാണ്. ക്ഷേത്ര സ്ഥാപകനായ മാധ്വാചാര്യരുടെ പ്രതിമ. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നവരത്ന രഥം ലോകത്തിലെ ആദ്യത്തെ നവരത്ന രഥമാണത്രേ ഇത്. വളരെ മനോഹരമാണ്. അത്രയും വിലപിടിപ്പുള്ള അമൂല്യമായ ഒന്നാണ്. നമുക്കത് കാണാം. നവരത്ന ഖചിതമായ രഥമാണ് ഇവിടെ കാണുന്നത്. ഇതിന് അകത്താണ് ശ്രീകൃഷ്ണ ഭഗവാനെ എഴുന്നള്ളിക്കുക. നേരെ നോക്കുമ്പം വലിയ പറ്റില്ല കാര്യം. ഞങ്ങൾ മൂകാംബികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ഭഗവാനെ തൊഴുതു. സുധയും മോനൊക്കെ കൂടെയുണ്ട്. ഭഗവാനെ നല്ല വൃത്തിയായിട്ട് തൊഴുതു. അവിടെ കനകദാസിന് ദർശനം നൽകിയ കനകദ്വാരം എന്നുള്ള വിശേഷപ്പെട്ടതായ സ്ഥലം കണ്ടു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പ്രത്യേകം ചെയ്യാം. ഇനി ഞങ്ങൾ മൂകാംബികയിലേക്ക് പോവാണ്. കുറേ കാലത്തെ ആഗ്രഹമാണ് കുടുംബസമേതം പോയി തൊഴണം എന്നുള്ളത്. ഒരു 3-4 വർഷം മുമ്പെയാണ് പോയത്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പി കഴിഞ്ഞു. ഭഗവാനെ തൊഴുതതിന് ശേഷം മൂകാംബികയിലേക്ക് പോവാണ്. നാളെ തിരിച്ചു വരും. ആ ഒരു യാത്രയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഉടുപ്പിയിലും പ്രാർത്ഥിച്ചു. ഭഗവാനെ തൊഴുത സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. മൂകാംബിക. ഓർമ്മത്തിൻ്റെ മുകളിലായില്ലേ? ഇന്നലെ യാത്ര ചെയ്തൊന്നും അനുഷയുടെ ക്ഷേത്രത്തിലെ ഒരു കൗതുക കാഴ്ച. ഒരു കുട്ടിക്ക് വാദ്യോപകരണം പഠിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുകയാണ് ഇവിടുത്തെ കലാകാരൻ. ആനഗുഡ്ഡേ വിനായകൻ.